ഹലോ ഗായ്സ്, അപ്പോൾ ഒന്ന് സൺഡേ ഒക്കെ അല്ലേ, നമ്മൾ വീട്ടിലുള്ള ദിവസമാണ്. എപ്പോഴും നമ്മൾ സൺഡേസിൽ എന്തെങ്കിലുമൊക്കെ ഐറ്റംസ് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് വടയാണ്. പരിപ്പ് നമ്മൾ അന്ന് സ്മാർട്ട് ബസാറിൽ പോയപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ കുറേ ഇരിക്കുന്നു, 1 മാസത്തിൻ്റെ അടുത്ത് എങ്ങാണ്ടായിട്ടുണ്ട് കേട്ടോ. ഉണ്ടാക്കാൻ മറന്നു പോയതാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ ഇന്ന് എന്തായാലും പരിപ്പ് വട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ രാവിലെ പരിപ്പൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ള പച്ചമുളക്, ഇഞ്ചി, ഉള്ളി ഇതൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ പരിപ്പ്, കുതിർന്ന പരിപ്പ് നന്നായിട്ട് കഴുകിയെടുത്ത് നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാനേ പാടുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഉണ്ടാക്കാൻ അറിയില്ല. ഞാൻ എന്തായാലും അമ്മയെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കാമെന്ന് വിചാരിച്ചു. അമ്മ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് ഉണ്ടാക്കലില്ല, ഈവനിങ് ഒന്നും ഉണ്ടാക്കാറില്ല കടി. അപ്പോൾ ഇന്നെന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ശരിക്കും ഞങ്ങൾ സൺഡേ എപ്പോഴും ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കൽ. ഇന്ന് അത് വേണ്ട, ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഉണ്ടാക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അടിച്ചെടുത്ത പരിപ്പും പിന്നെ ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും പിന്നെ കുറച്ച് ഉപ്പൊക്കെ കൂട്ടിയിട്ട് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ഓർത്തത് ഇതിൽ നമ്മളൊരു സാധനം വിട്ടുപോയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മുടെ കറിവേപ്പിൻ്റെ ഇല വിട്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിൻ്റെ ഇല പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മുടെ തൊടിയിൽ കറിവേപ്പിൻ്റെ ഇല ഉണ്ട് കേട്ടോ. പക്ഷേ അതിൽ ഫുള്ള് എന്തോ പ്രാണിയൊക്കെ കുത്തിയിട്ട് ഇല ഫുള്ള് നാശമായിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഇല കിട്ടിയുള്ളൂ, 2 ഇല കിട്ടിയുള്ളൂ കേട്ടോ. അപ്പോൾ അത് വെച്ചിട്ട് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ നമ്മൾ ചട്ടിക്ക് എണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വെക്കണം കേട്ടോ. നമ്മുടെ ഈ പരിപ്പ് ഇത് കയ്യിലിങ്ങനെ ആക്കുമ്പോൾ കയ്യിൽ ഒട്ടിപ്പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം നനച്ചിട്ട് വേണം കേട്ടോ നമ്മൾ ആക്കാൻ. അങ്ങനെ നമ്മൾ ചൂടായ എണ്ണയ്ക്ക് നമ്മുടെ പരിപ്പ് വട ഇട്ടിട്ടുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കണേക്കാളും ടേസ്റ്റാണ് കേട്ടോ വീട്ടിലുണ്ടാക്കുന്നത്, പ്രത്യേകിച്ച് പരിപ്പ് വട. ഇത് മുന്നൊക്കെ എപ്പോഴും ഉണ്ടാക്കലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ അമ്മയാണ് കേട്ടോ ഉണ്ടാക്കണത്. നമ്മുടെ പരിപ്പ് വടയൊക്കെ നല്ല മൂത്ത് വരുന്നുണ്ട്. ഞങ്ങൾ നല്ല മൂപ്പിക്കാറില്ല കേട്ടോ. ഒരു ഏകദേശം ഒരു ചെറിയ ബ്രൗൺ കളർ വരുമ്പോഴേക്കും കോരിയെടുക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ, നല്ല ക്രിസ്പിയാണ് പരിപ്പ് വട. അങ്ങനെ നമ്മുടെ പരിപ്പ് വടയൊക്കെ ഇങ്ങനെ എല്ലാ പരിപ്പ് വടയും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ പരിപ്പ് വടയ്ക്ക് കട്ടൻ കാപ്പി വെച്ചു കേട്ടോ. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടം കാപ്പിയാണ്. ഇങ്ങനെ കാപ്പിയും പരിപ്പ് വടയും എടുത്ത് ഞാൻ തിന്നാൻ വന്നിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കി കേട്ടോ, സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യണം കേട്ടോ. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ, ഫോളോ ചെയ്യണം.